ഗൈസ്, വെൽക്കം ടു കാസൺ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് തഗ് ലൈഫ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് കമൽ ഹാസൻ, സിംബു, തൃഷ, അഭിരാമി, സഞ്ജന കൃഷ്ണമൂർത്തി, വയ്യാപുരി, ഭഗവതി പെരുമാൾ, നാസർ, ജോർജ്, അശോക് സെൽവൻ, ഐശ്വര്യലക്ഷ്മി, ബാബുരാജ്, ഒരു മിനിറ്റ് പ്ലീസ്, അലി ഫസൽ, മഹേഷ് മഞ്ച്രേക്കർ, രോഹിത് സരഫ് എന്നിവരാണ്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മണിരത്നമാണ്. അല്ല ഇപ്പോഴത് പിന്നെ ചീക്ക ജീവന്തവൻ അതൊരു ഉളപ്പടമാണ്, അത് വേറെ കാര്യം. പിന്നെ കാറ്റുകളിയ അതൊരു ആവറേജ് ഫിലിമാണ്. പിന്നെ എനിക്ക് ഫീൽ ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഓക്കെ കണ്ടു, ഇറ്റ്സ് ഗുഡ് മൂവി. പിന്നെ ഇരുവർ ഡയറക്ടറിൻ്റെ ദിൽസെ, ഷാറുഖ് ഖാൻ്റെ, പിന്നെ പൊണിയിൻ സെൽവൻ, അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ രാവണൻ ഇങ്ങനെയാണ് ഡയറക്റ്റ് വിക്രം രുദ്രജോട്ടാണ്. പിന്നെ ഹിന്ദി വെർഷൻ അങ്ങനെയാണ്. പിന്നെ ഗുരു അഭിഷേക് ബച്ചൻ്റെ, ഇതൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ഉണ്ടോയെന്ന് ഓർത്ത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ബൈ AR റഹ്മാൻ സെയിമാണ്, എല്ലാപ്പോഴും ഇത് തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ രവിചന്ദ്രൻ അങ്ങനെ എന്താ പറഞ്ഞത്. എഡിറ്റഡ് ബൈ A ശ്രീകർ പ്രസാദ്. വേറൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് ഇങ്ങനെയുണ്ട് ചോദിച്ചത്. ദ ബെസ്റ്റ് വേർസ്റ്റ് ഫിലിം ഓഫ് ദ ഇയർ അവാർഡ് ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കും. പടത്തിൻ്റെ സ്റ്റോറി എഴുതിയിരിക്കണത് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കണതും മണിരത്നമാണ്. പിന്നെ സ്റ്റോറി മണിരത്നം ഒറ്റയ്ക്കല്ല എഴുതിയിരിക്കുന്ന, കമൽഹാസൻ സാറും കൂടി ഉണ്ട്, എന്ത് അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ പടം പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. R മഹേന്ദ്രൻ, ഉദയനിധി സ്റ്റാലിൻ, റെഡ് ജയന്തി, പിന്നെ കമൽഹാസൻ, പിന്നെ മണിരത്നം, ഇവരൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പടത്തിൽ പോസിറ്റീവ്സ് ഫസ്റ്റ് പറയാം. പോസിറ്റീവ്സ് വൈസ് എനിക്ക് പറയാനുള്ളത്, ഒന്ന് മ്യൂസിക് ആൻഡ് BGM ഇസ് ഗുഡ്, അത്യാവശ്യം നല്ലതായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി അത്യാവശ്യം നല്ലതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. രവിചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ. മീൻസ് വിഷ്വൽസ് വൈസൊക്കെ അത്യാവശ്യം നയിച്ചായിരുന്നു. പിന്നെ DAGing ഡിപ്പാർട്ട്മെൻറ്റ് ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. സിനിമയിൽ കമൽഹാസനെ DAGing ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. മീൻസ് ഒരു ബിഗിനിങ് ഓഫ് ദ ഫിലിം ഇറ്റ്സ് ഗുഡ്. മീൻസ് അത് അത്യാവശ്യം നല്ലതായിട്ടാണ് ചെയ്തു വെച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പടം ഇനി നെഗറ്റീവ്സിലോട്ടോട്ട് വരുന്ന മീൻസ് ആ ബിഗിനിങ് ഓഫ് ദ ഫിലിം കഴിഞ്ഞ ഫിലിം മ്യൂസിക്, BGM, വിഷ്വൽസ് ഇത്രയും കഴിഞ്ഞ ബാക്കി ഒരു കാശിന് കൊള്ളില്ല. പിന്നെ സ്റ്റോറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എന്താണെന്ന് വെച്ചാൽ മണിരത്നത്തിൻ്റെ ചീക്ക ചിവന്ത വനം എന്നൊരു ഊളപ്പടമുണ്ട്. അതിൻ്റെ പാർട്ട് 2 എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ ഞാൻ ഈ സിനിമ ഇന്ന് 1:30 മാതമധുരയിൽ പോയിട്ടാണ് കണ്ടത്. സഹിക്കാൻ പുറതിയില്ല, അമ്മാതിരി വൃത്തികെട്ട പടം. ഞാൻ ഇത്ര നാളും വിചാരിച്ച ഒഡേര 2 ആണ് ഈ വർഷത്തെ ബെസ്റ്റ് വേർസ്റ്റ് ഫിലിം അവാർഡ് കൊടുക്കാൻ പറ്റുന്നൊരു പടം എന്നാണ്. ബട്ട് ഇത് റെക്കോർഡ് അടിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ എന്താ വേണ്ടവരെ, ഇത് വല്ലാത്ത ചീത്തയിപ്പോയിട്ട് അങ്ങനത്തെ പടമൊന്നും ചെയ്യാൻ. സ്റ്റോറി എഴുതിയത്, ആക്ടിങ്
പൈസ എന്തെങ്കിലും നല്ലതുണ്ടോ എന്ന് ചോദിച്ചു. നല്ലതില്ല. പിന്നെ ദൃശ്യനൊക്കെ എന്തിനോ തിളക്കാൻ സാമ്പാറും ഒക്കെ പോലെ ആയിപ്പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഹൈലി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ജിങ്കച്ച പാട്ട് അത്യാവശ്യം നൈസായിരുന്നു. അതിൽ ഇനി ഇതൊരു പോസിറ്റീവ് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിൽ കൊറിയോഗ്രഫി ഈ സിനിമയിൽ അത്യാവശ്യം നല്ലൊരു ഇതാണ്. മീൻസ് സാന്യയുടെ സീൻസൊക്കെ മീൻസ് ആദ്യത്തെ പാട്ടിൽ സാന്യ വരുന്നില്ല, സാന്യ മൽഹോത്ര അവരും കസറിയിട്ടുണ്ട്. പിന്നെ വയ്യാപ്പൊരി ക്യാരക്ടർ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല. പിന്നെ ജോർജ് എന്തിനാ കളയാൻ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ചീക്ക ജീവന്തവനത്തിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സിനിമ കണ്ടിട്ട്. കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ ചീക്ക ജീവന്തവനത്തിൽ അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ക്യാരക്ടർ ഇവിടെ ചെയ്തിരിക്കുന്നത് കമൽഹാസൻ, അവിടെ സിംബുവിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഇവിടെ സിംബുവിൻ്റെ ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്നത്. അവിടെ മീൻസ് ചീക്ക ജീവന്തവനത്തിൽ അരുൺ വിജയൻ്റെ ക്യാരക്ടർ ഇവിടെ ജോർജാണ് ചെയ്തിരിക്കുന്നത്. അവിടെ അശോക് സെൽവൻ്റെ ക്യാരക്ടർ ഇവിടെ ഭഗവതി പെരുമാളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ക്യാരക്ടർ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അത് മീൻസ് അവിടെ 3 പേരെയാണ് മീൻസ് അരവിന്ദ് സ്വാമിനെ പറ്റിക്കുന്നത്. ഒന്ന് അശോക് സെൽവൻ, എന്തായാലും അരുൺ വിജയ്, സിംബു, ഇത്ര പേരാണ് പറ്റിക്കുന്നത്. ഇവിടെ 4 പേരാക്കി, അത്രയേ ഉള്ളൂ. ചേട്ടൻ ക്യാരക്ടറും കൂടി കയറ്റി. പിന്നെ ഇത് ഈ സിനിമയുടെ സ്റ്റോറിയിൽ ഒരു സാധനമാതിരി ക്ലൈമാക്സിൽ കയറ്റി വെച്ചിട്ടുണ്ട്, കൂട്ടി വെച്ചിട്ടുണ്ട്. സംഭവം എന്നിട്ട് തങ്കച്ചി പാസോ ആ സീൻ ക്ലൈമാക്സിൽ. എന്നിട്ട് മറ്റേ ഐശ്വര്യലക്ഷ്മിയുടെ തങ്കച്ചി, STRൻ്റെ തങ്കച്ചിയാണ്. തങ്കച്ചിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനമാണ് മനസ്സിലാണ് ഇവർ തങ്കച്ചിയാന്ന്. സംഭവം വേറൊരു വിറ്റുണ്ട്. ഇവർ ഞാൻ പറയാൻ മറന്നത്, ചീക്ക ജീവന്തവനത്തിൽ വിജയ് സേതുപട ക്യാരക്ടർ ഇവിടെ ചെയ്തിരിക്കുന്നത് അശോക് സെൽവനാണ്. അങ്ങനെ ഭാര്യയായിട്ട് കൂടിയാണ് ഐശ്വര്യലക്ഷ്മി അഭിനയിച്ചിരിക്കുന്നത്. അത് അത്യാവശ്യം ഒരു ഷോ ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്തത്. എന്നാലും ക്ലൈമാക്സിൽ തങ്കച്ചി പാസം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ആ ഒരു സീൻ ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇങ്ങനത്തെ പടത്തിന് എന്തിനാണ് തങ്കച്ചി പാസ്? ഓൾറെഡി സ്റ്റോറി ഷോ ആണ്, എൻ്റെ ഇടയിൽ ഇതും കൂടി കയറ്റിയിട്ട് എനിക്ക് തങ്കച്ചി പാസം എന്ന് പറഞ്ഞ സംഭവമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് വർക്കാവുന്നില്ല. മീൻസ് പനകത്തനത്തിൻ്റെ പടം എന്നൊക്കെ പറയുമ്പോൾ ശ്രാവണനിലൊക്കെ ഓക്കെ അതൊക്കെ വർക്കായി സമ്മതിക്കാം. ബട്ട് ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറ്റിയെന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ടായി. പിന്നെ ഈ സിനിമയിൽ ഒരുപാട് സീൻസ് പൊന്നോ ഇൻട്രോവൽ സീനിൽ മറ്റേ പോസ്റ്റൻട്രോയിൽ ഇങ്ങനെ കൊങ്ങ കുടിച്ചിട്ട് മറ്റേ STR കൊങ്ങ കുടിച്ചിട്ട് വാറ്റ താഴെ ഇടല്. അങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് മറ്റേ മഞ്ഞൊക്കെ ഒരുങ്ങി പോകാനുണ്ട്. എന്നിട്ട് അയാൾ ചത്തില്ല കമലഹാസൻ. എന്തോന്നടേ ബുള്ളറ്റ് എന്തോ 5-6 ബുള്ളറ്റ് എന്തോ 5-6 വയറ്റത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ചത്തില്ല. ഇത് എവിടത്തെ ലോജിക് മിസ്റ്റേക്കടി. ഞാൻ പിന്നെ ലോജിക് മിസ്റ്റേക്സ് പിന്നെ സ്ക്രീൻ പ്ലേ വൈസ് രോഗം ആയതുകൊണ്ടാണ് ലോജിക് മിസ്റ്റേക്സ് നോക്കിയത്. സ്ക്രീൻ പ്ലേ നല്ലതായിരുന്നെങ്കിൽ എനിക്ക് ലോജിക് മിസ്റ്റേക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും ഞാൻ പിന്നെ ഒരു പടത്തിൽ ഞാൻ ലോജിക്കിൻ്റെ കാര്യത്തിൽ നോക്കാറില്ലാത്തതാണ്. പക്ഷേ ഇതിൽ സ്ക്രീൻ പ്ലേ മോശമാണ്, സ്റ്റോറിയും മോശമാണ്. അതുകൊണ്ട് ഞാൻ അറിയാതെ ഒന്ന് നോക്കിപ്പോയി. ഇറ്റ്സ് മൈ ഫോൾട്ട്. പിന്നെ അലിഫ് ഫസൽ എനിക്ക് എന്തിനാണ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാണില്ലത്. ഹിന്ദിക്കാരനെ ആവശ്യമില്ല. പിന്നെ ഈ സിനിമയിൽ STRൻ്റെ ക്യാരക്ടറാണ് മറ്റേ ഈ സിനിമ ഷൂട്ടിങ് തുടങ്ങിയ സമയത്ത് നമ്മുടെ ദുൽഖറും ജയൻ രവി അങ്ങനെ എപ്പോൾ രവി മോഹൻ എന്ന് വിളിച്ചാൽ മതി എന്നാണ് അങ്ങേരുടെ വാദം. പക്ഷെ ഞാൻ ജയൻ രവി എന്ന് വിളിക്കുള്ളൂ, അങ്ങനെ വിളിക്കണം എനിക്കിഷ്ടം. അതുകൊണ്ട് അപ്പോൾ അങ്ങേരെയും ഇതിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു. സംഭവം ഒന്നുമില്ലടേ. ദുൽഖർ ചെയ്യാനിരുന്നത് STR റോളും ജയൻ രവി ചെയ്യാനിരുന്നത് അശോക് സെൽവൻ്റെ റോളായിരുന്നു. രണ്ടും ഇപ്പോൾ നല്ല കാര്യത്തിനാണെന്ന് ഞാൻ പറയും. 2 പേർക്കും ബുദ്ധിയുണ്ട്. അവർ റിജക്റ്റ് ചെയ്തത് ഭാഗ്യം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
കാരണം അത് റിജക്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ എയറിലായാണ് ഈ സിനിമയിലൂടെ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയട്ടെ. എന്തായാലും എനിക്ക് മടുത്തേ. ഇനി എന്തായാലും എനിക്ക് ഹൈപ്പുള്ളത് കിണ്ടത്തിലും വാർ 2-ലുമാണ്. വാർ 2 കൂടി മീൻസ് ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിൽ. പിന്നെ ഹൗസ്ഫുൾ 5 എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹൈപ്പുണ്ട്. എന്തായാലും നാളെ റിലീസ് ചെയ്യാണ്. എന്തായാലും നാളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാൻ തൽക്കാലത്തേക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ, സ്റ്റാൻഡ് വാകയ്ക്ക് കൊള്ളില്ല. ആരടേ ചെയ്ത് വെച്ചത് എന്തു പറയാൻ തോന്നി. സെക്കൻഡ് ഹാഫ് റിവൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഇൻ്റർവ്യൂവിൽ സമിനെ പറ്റിച്ച് 3 എസ്കേപ്പാണ്. എന്നിട്ട് അവരെ വെഞ്ചടിക്കാൻ വരുന്നേ എന്നാണ് ഈ ഭാഗ്യത്തിനോട് വെഞ്ചടിക്കാൻ വരുന്നത് എന്നല്ല ഇത്. പൊന്നു ദിവസം റിവെഞ്ച് ഇടുക. മറ്റേ ആദ്യം തന്നാൽ മറ്റേ ഭഗവതി മണ്ണ എൻ്റെ പൊന്നെ ആ സീൻ എനിക്ക് കട്ട കോമഡി ഇടാറ്. വലിയ ഹൈലൈറ്റഡ് നെഗറ്റീവ് അത് ഈ സിനിമ ഡീറ്റെയിൽ ഇങ്ങോട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. പ്ലീസ്. ഭഗവതി പെരുമാളിലെ മറ്റേ ഫാനിൻ്റെ ഹെലികോപ്റ്ററുടെ ഫാനില്ലടി, മീൻസ് മേളിലുള്ള ഫാനല്ല, മറ്റേ പിടിയുടെ ഇവിടെ ഉള്ള ഒരു ഫാനുണ്ട് ഒരു ചെറുതായിട്ട്, അതിൻ്റെ ബാക്കിലെത്തിയിട്ട് ഇങ്ങനെ ഭഗവതി പെരുമാടി ഇങ്ങനെ നിൽക്കണം, നേരെ നിൽക്കണം, ഇങ്ങനെ ഒറ്റ തള്ളു അങ്ങനെ ചത്ത്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഫൈറ്റ് അങ്ങനെ എന്നിട്ട് വച്ചത്തള്ളു. മറ്റേ ഏക്കുലർ റിട്ടേൺസിൽ മറ്റേ ജാനബ്രാനെ സഹായിച്ചാണ് മറ്റേ ട്രെയിൻ വരാറായിരുന്നു മനസ്സിലായപ്പോൾ എന്നാൽ ഒറ്റ തള്ളിയിട്ടാണക്ക് അതിൻ്റെ ട്രെയിനിലോട്ട് തള്ളിയിട്ടാണക്ക് ഇതിൽ ജോർജിനെ തള്ളിയിട്ട് വന്നു. പിന്നെ ഇങ്ങാരാണെങ്കിൽ മറ്റേ പാലത്തിൽ നിന്ന് ഒറ്റ തള്ളിയിടല്. മറ്റേ ഇങ്ങനെ പാലത്തിൻ്റെ താഴെ ഇതാണ് പുഴ എന്തോ ആണ്, ഒറ്റ തള്ളു ആളും ചത്ത്. എന്താ ഞാൻ സാർ അങ്ങനത്തെ ഇത്. പിന്നെ അച്ഛമ്മൻ ഇവർ രണ്ടിനും വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഇവൻ ചാവാറായിട്ടുണ്ട്. ചാവാറായപ്പോൾ അനിയത്തി ഭാഗത്തൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അനിയത്തിയാണോ എൻ്റെ അനിയത്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഐശ്വര്യലക്ഷ്മി പറഞ്ഞപ്പോൾ എന്നാൽ ആളും ചത്ത്. എന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ നന്നുണ്ട്. ഇങ്ങനെ മറ്റേ സ്റ്റേറ്റ് വിന്നേഴ്സാവും. പിന്നെ മറ്റേ കമലഹാസൻ സ്റ്റേറ്റ് വിന്നേഴ്സാവും. എന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ കൃഷി ഇങ്ങനെ ഭാര്യയുടെ കൂടെ കാര്യമൊക്കെയാണെങ്കിൽ അത് വേറെ വിറ്റുക. ഇങ്ങനെയാണെങ്കിൽ മറ്റേ നാസർ ആക്സിഡൻറ്റ് കൊല്ലാൻ നോക്കും. എന്നിട്ട് അവരുടെ ബ്രെയിൻ മെമ്മറി ഫുള്ളും പോവും, മീൻസ് ഓർമ്മ ഫുള്ളും പോവും, ഓർമ്മ തീരും. എന്നിട്ടാണെങ്കിൽ കമലഹാസൻ ഇങ്ങനെ ഓർമ്മിപ്പിച്ചെടുക്കാൻ നോക്കും. പക്ഷെ ഞാൻ പറ്റണ പോലും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. എന്നിട്ടാണ് ലാസ്റ്റ് അത് വേറെ വെച്ചിട്ട് അത് മറ്റേ ഇതിൽ രഞ്ജന കൃഷ്ണമുക്തിയുണ്ട് സിനിമയിൽ ഞാൻ പറഞ്ഞിരുന്നു. മീൻസ് റബ്ബർ പന്ത് എന്നൊരു സിനിമയിൽ ഹരീഷ് കല്യാൺ നായികയായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് പടം അതായിരുന്നു. അപ്പം ആ വെച്ചാണെങ്കിൽ ഇവിടെ കമലഹാസൻ്റെ മാളിടണം വെച്ചത്. അപ്പോൾ ആ കൊച്ചിൻ്റെ മാന്യം മാനായിട്ട് അഭിനയിച്ചവനും ഇതേ പേര്, മീൻസ് കമലഹാസൻ്റെ പേര്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ആ കൊച്ചിൻ്റെ പേര് ഓർമ്മയുണ്ട്, പക്ഷേ ഒറ്റ ഓർമ്മയില്ല. അത് അങ്ങനത്തെ ഒരു കമലഹാസന് ഓർമ്മയില്ല, അങ്ങനത്തെ ഒരവസ്ഥ. എന്താ പൊന്നോ. എന്നിട്ടാണെങ്കിൽ മറ്റേ ബാക്ക്ഗ്രൗണ്ടിൽ വിൻവലി നായക ഒരു വീര ആ പാട്ട് വരുന്നു. പക്ഷെ ആ പാട്ട് നൈസായിരുന്നു. പക്ഷെ അത് സ്റ്റാർട്ടിങ്ങിൽ ആ ടൈറ്റിൽ കാർഡ് കാണിച്ച സമയത്ത്, മീൻസ് തക്കൽ ലൈഫിന് പേര് എഴുതി കാണിച്ച സമയത്ത് വരുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ വിൻവലി നായകൻ്റെ അടുത്ത ഉലക നായകൻ എന്നല്ലടേ എന്നറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക. എടാ ഈ കമലഹാസൻ തന്നെയാണടേ ഈ പറഞ്ഞത്. എന്താ കമലഹാസൻ എന്തോ പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ. അവർ പറഞ്ഞു എന്നെ ഉലക നായകൻ എന്ന് വിളിക്കരുത്, കമലഹാസൻ എന്ന് മാത്രം വിളിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ പറഞ്ഞു വിൻവലി നായകൻ. എൻ്റെ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ യൂണിവേഴ്സൽ ഹീറോ എന്നാണ്.
ഹീറോ ഓഫ് മൈ യൂണിവേഴ്സ്, ഹീറോ ഓഫ് യൂണിവേഴ്സ് അങ്ങനെയാണ് വൃത്തിയാണ്. എന്തുവാന്നടേ അത് പക്ഷേ ഭാഗ്യത്തിന് കമലഹാസൻ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരടിയും കൂടി കുറവായി. ഇനി എന്തായാലും കമലഹാസൻ്റെ കമ്പാക്ക് ചിലപ്പോൾ ഇനി വിക്രം 3 അല്ലെങ്കിൽ കൽക്കി 2 ഇല്ലെങ്കിൽ മറ്റേ 80 ഒരു പടം ചെയ്യേണ്ടത്. അത് ഇതിലേതെങ്കിലും ഒന്നിൽ അങ്ങനെയൊക്കെ കമ്പാക്ക് കിട്ടും. ഇത് ഞാനൊരു സത്യം പറയാണ്, ദിസ് ഈസ് എ സ്പോയിലർ അലേർട്ട്. കാണാൻ നിൽക്കരുത്. മ്യൂസിക്കും ബീജിയവും സിനിമാറ്റിക് വിഷ്വൽസും പിന്നെ കമലഹാസനെ DAGing ചെയ്ത് വെച്ചിരിക്കുന്നതും പിന്നെ സിനിമയുടെ ബിഗിനിങ് മീൻസ് സ്റ്റാർട്ടിങ്ങും കാണാൻ വേണ്ടി മാത്രം. സ്റ്റാർട്ടിങ് മീൻസ് കമലഹാസൻ STRൻ്റെയും കമലഹാസൻ്റെയും ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും കണ്ടിട്ട് കാണാൻ വേണ്ടി മാത്രം പിന്നെ അകത്തോട്ട് കയറാം. അല്ലാത്ത പക്ഷം കയറാനേ നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഒരുപാട് സ്പോയിലേഴ്സ് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സീൻ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലെന്ന് കാണിച്ചിട്ടുള്ളത് നാസറാണ് STRൻ്റെ അപ്പനെ കൊന്നെന്നുള്ളത് അപ്പം തന്നെ കാണിച്ചിട്ടുണ്ട്. ബട്ട് അപ്പോൾ ഈ സിനിമയുടെ ഒരു പകുതി ആകുമ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി ആകുമ്പോൾ തന്നെ അതിൽ നാസറും ജോർജും ഭഗവതി പെരുമാളും കൂടി വന്നിട്ട് STRോട് കള്ളം പറയും, നീ നിൻ്റെ അച്ഛനെ വന്നത് കമലഹാസനാന്ന് പറഞ്ഞിട്ട് കമലഹാസന് അറിയായിരുന്നു അങ്ങേയൊരു ന്യൂസ് പേപ്പർ വിടുന്ന ആളാണെന്നുള്ളത് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു. അത് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ റിവെഞ്ച് എടുക്കണം. ഇങ്ങനെയാണ് ഈ സിനിമയുടെ സ്റ്റോറിയിലോട്ട് ഇറങ്ങണം. എന്തോന്നടേ ആ സീൻ എന്ത് തേങ്ങയാണ് എൻ്റെ പൊന്നോട്. സത്യം പറഞ്ഞ സീൻ കണ്ടിട്ട് എനിക്ക് പുറത്തേക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ തിയേറ്ററിൽ. എന്താ പിന്നെ ഈ സിനിമയിൽ ഒരു പോസിറ്റീവ് കൊണ്ടുണ്ട് കേട്ടോ. ഒരു പോസിറ്റീവ് ഞാൻ വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റിൽ റോബോ ക്യാം യൂസ് ചെയ്തിട്ടുണ്ട്. റോബോ ക്യാമ കൊണ്ടാണ് ക്ലൈമാക്സ് ഫൈറ്റ്. അതൊരു 15 മിനിറ്റ് എന്തോ ആ ഫൈറ്റ് വരുന്നത്. ആ ഫൈറ്റ് ഈസ് ഗുഡ് എന്ന് എനിക്ക് ഫീൽ ചെയ്ത്. വേറെ ഒന്നും ഒരുപാട്. അപ്പോൾ ടോട്ടൽ പോസിറ്റീവ്സിൻ്റെ എണ്ണം പറയാനാണെങ്കിൽ ഫസ്റ്റ് മ്യൂസിക് ആൻഡ് BGM, സെക്കൻഡ് വിഷ്വൽസ്, പിന്നെ കമലഹാസനെ DAGing ചെയ്ത ടീം, പിന്നെ കമലഹാസൻ്റെയും STRൻ്റെ ഫ്ലാഷ് ബാക്ക്. മീൻസ് അത് അവരുടെ രണ്ടുപേരുടെയും കൂടി ചേർന്നിട്ടുള്ള ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അത് പറഞ്ഞു മാറിപ്പോയി. മീൻസ് ഇൻ ദ ബിഗിനിങ്. പിന്നെ ആ റോബോ ക്യാമിൽ ഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് ഫൈറ്റ്. വേറെ ഒന്നുമില്ല ഇതിൽ പോസിറ്റീവ് എന്ന് പറയാൻ. പിന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കട്ടലമ്പാക്കി വെച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല. പിന്നെ ആർട്ട് ഡയറക്ടറൊക്കെ എടുത്തിട്ട് തല്ലി കൊല്ലാൻ തോന്നണേ. കോസ്റ്റ്യൂം ഡിസൈനിങ് മീൻസ് മറ്റേ സിംബിയൻസ് നിങ്ങളെ സമ്മതിച്ചിരിക്കും. ഇറ്റ്സ് ആവറേജ് എന്നാണ് ഞാൻ പറയണത്. പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ശരിക്കും കേൾക്കുക. അതുകൊണ്ട് ഞാൻ എത്രയും ഞാൻ പറയാറുള്ളൂ, ഞാൻ അനുഭവിച്ച് നിങ്ങൾ ഈ പടം കണ്ട് അനുഭവിക്കാതിരിക്കുക എന്ന ഒരു റിക്വസ്റ്റ് ഞാൻ തന്നിട്ടുണ്ട്. ഇതൊരു വാണിംഗും കൂടിയാണ്. കാരണം ഈ പടം കണ്ടാൽ നിങ്ങൾക്ക് എന്നെപ്പോലെ ഈ സിനിമ കണ്ടിട്ട് തീർപ്പിക്കണം. ഒരു സീന് ഞാൻ വീണ്ടും പറയണം, പോസിറ്റീവ്സാണ് ഈ ഫീൽ ചെയ്തത്. മ്യൂസിക് ആൻഡ് BGM, പിന്നെ വിഷ്വൽസ്, പിന്നെ കമലഹാസനെ DAGing ചെയ്തിരിക്കുന്നത്, പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും കൂടി ചേർന്നിട്ടുള്ള ഫ്ലാഷ് ബാക്ക് ഇൻ ദ ബിഗിനിങ്. അത് ബിഗിനിങ്ങിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ പറഞ്ഞില്ല മറ്റേ റോബോ ക്യാമിനെ കൊണ്ട് ഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് ഫൈറ്റ്
വേറെ ഒരു പോസിറ്റീവും ഇല്ല പടത്തിൽ. അതുകൊണ്ട് ദിസ് ഈസ് മൈ റിക്വസ്റ്റ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ തൽക്കാലത്തേക്ക് ഈ വീഡിയോ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഫുള്ള് തെറിയായിരിക്കും. അതുകൊണ്ട് ഒരുപാട് സീൻസ് ഞാൻ പറയാൻ തരുന്നിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്നാലും ഈ പറ്റണില്ലടേ പ്ലീസ്. I am sacrificed for this movie with this. എന്തായാലും ഞാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓടുന്ന ഒരെണ്ണം ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് നമ്മളെ സഹായിക്കുക. പിന്നെ എൻ്റെ മറ്റേ കണ്ണട പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് ഈ കണ്ണട ഇട്ടിരുന്നത്. പഴയ കണ്ണടയാണ്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ വിസ്കസ്.